കോഴിക്കോട്ടെ ആദ്യ പോലീസ് മ്യൂസിയം പൊടി പിടിച്ച് നശിക്കുന്നു. മ്യൂസിയം വൃത്തിയാക്കിയിട്ട് മാസങ്ങളാകുന്നു. ഇന്ത്യ പാക് യുദ്ധത്തിൽ പോലീസുകാർക്ക് ലഭിച്ച മെഡലും വിക്ടോറിയ രാജ്ഞിയുടെ ലോഹ മുദ്രയും ഉൾപ്പെടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കളാണ് നശിക്കുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ജയിലാണ് പോലീസ് മ്യൂസിയമാക്കിയത്. പോലീസ് മ്യൂസിയത്തിനുള്ളിലെ കാഴ്ചകളാണിത്. പൊടിപിടിച്ച് മാറാല നിറഞ്ഞ അവസ്ഥ. മാസങ്ങളായി ഇവിടം വൃത്തിയാക്കിയിട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം. 2021 ജൂണിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മ്യൂസിയത്തിന് മാസങ്ങൾക്കുള്ളിൽ തന്നെ പൂട്ടുവീണു. പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരവും നിഷേധിക്കപ്പെട്ടു. 14 ലക്ഷം മുടക്കിയാണ് മ്യൂസിയത്തിന്റെ പണി പൂർത്തിയാക്കിയത്. ഉദ്ഘാടനത്തിന് ശേഷം 1-2 മാസം അത് പ്രവർത്തനമായിട്ട് നടന്നു. അതിനുശേഷം പോലീസ് മ്യൂസിയം പൂട്ടിയിട്ട അവസ്ഥയിലാണ്. അമൂല്യമായ സംഭാവനകൾ പൊടിപിടിച്ച് കിടക്കുന്നത് വളരെ വിഷമകരമായ കാര്യമാണ്. മാത്രവുമല്ല, വിദ്യാർത്ഥികൾക്കും പോലീസിൻ്റെ പഴയകാല ചരിത്രവും അതിനോടനുബന്ധിച്ചുള്ള പല രേഖകളും ഇന്ദിരാഗാന്ധിയുടെ യഥാർത്ഥമായി അവർ ഒപ്പിട്ടിരിക്കുന്ന രജിസ്റ്ററും എല്ലാം ഈ മ്യൂസിയത്തിൽ വന്നാൽ കാണാൻ പറ്റും. വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിന് വളരെ നല്ലൊരു ഇത് സൃഷ്ടിക്കുന്നതാണ് ഈ മ്യൂസിയം. പോലീസ് മ്യൂസിയം എന്ന് കേട്ടപ്പോൾ ആവേശത്തോടെ കയ്യിലുണ്ടായിരുന്ന പുരാവസ്തുക്കൾ ഈ മ്യൂസിയത്തിന് ഏൽപ്പിച്ചതാണ് ലത്തീഫ്. ഒത്തിരി സാധനം ഞാനും ഞങ്ങളുടെ സംഘടനയിലെ ഒരുപാട് ആളുകൾ ഇവിടെ സാധനം കൊടുത്തു ഈ മ്യൂസിയത്തിൽ. ഇപ്പോൾ ഇന്ന് കയറി നോക്കുമ്പോൾ കംപ്ലീറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ്. നമ്മൾ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഇത് പബ്ലിക്കിന് വേണ്ടി തുറന്നു കൊടുക്കാം. പബ്ലിക് വരുമ്പോൾ മാത്രം തുറക്കുന്ന രൂപയുണ്ട്. ആൾക്കാർക്ക് ഉള്ളിലേക്ക് വരാനൊരു പേടിയുണ്ട്. കൺട്രോൾ റൂമിനാണ് മ്യൂസിയത്തിന്റെ ചുമതല. എന്നാൽ പോലീസ് മ്യൂസിയത്തിന്റെ കാര്യത്തിൽ പോലീസിന്റെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. മ്യൂസിയം തുറന്ന് പ്രവർത്തിക്കണം, അതാണ് നിലവിലെ ഒരേ ഒരു ആവശ്യം. ജനം, കോഴിക്കോട്.